ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ആലയത്തിന് വേണ്ടി 15 കാര്യങ്ങൾ നടന്നു. എല്ലാവരും കേട്ടോണം. 1, 2017 ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ലോകം വിട്ടുനിന്നു. ജെറുസലേമിൽ US എംബസി തുറന്നു. 3, ഇസ്രയേലിന് ജൂതരാഷ്ട്രം. ആര്യവനോട് മത്സരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഹമാസിന്റെ പ്രശ്നം വന്നപ്പോൾ അന്തോണീസ് കുട്രാസ് പറഞ്ഞു, നിങ്ങൾ വെടിനിർത്തണം, മര്യാദയ്ക്കിരിക്കണം. അപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അന്തോണീസ് കുട്രാസ് UN പറഞ്ഞ്, ഡ്രോൺ വരണോ, നീ മിണ്ടാതിരിക്കണമെന്ന്. മനസ്സിലാകുന്നവർക്ക് സ്വതന്ത്രം. 4, എല്ലാവരും കേട്ടാട്ടെ, 44 ദിവസം കൊണ്ട് ആലയം പണിയാനുള്ള ബ്ലൂ പ്രിന്റ് യഹൂദൻ ശരിയാക്കി. 5, $60 ലക്ഷം $1 ബില്യൺ പിരിച്ചു. 6, ഏറ്റവും നിർണായകമായി മിഡിൽ ഈസ്റ്റിൽ ഒരു കമ്പനി ഏൽപ്പിച്ചു, ടീം ആൻഡ് ബെയർ. 7, ഭൂമിയുടെ അടി ചെക്ക് ചെയ്യാൻ ഹാൽക്രോ കൺസൾട്ടിങ്. 8, യെരുശലേം ദൈവാലയത്തിന് വേണ്ടി ചുവന്ന പശുക്കൾ. 8, 9ാമത്തെ സംഭവം, അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് ചുവന്ന പശുക്കളെ ക്ലോണിങ്ങിൽ കൂടി കൊണ്ടുവന്നു. 10, ഏറ്റവും നിർണായകമായി യഹൂദന്റെ തൽമൂദ് 300 കുഞ്ഞുങ്ങൾ പഠിച്ചു. 11ാമത്തെ സംഭവം, സകല യഹൂദന്മാരും മടങ്ങി വന്നാൽ ഇസ്രയേലിനകത്ത് ട്രാഫിക്കും ആളെ നിയന്ത്രിക്കണമെങ്കിൽ ഒരു പോലീസ് മേധാവിയാണ്. റോണിയൽ ഷക്കർ എവിടെ പഠിക്കുന്നു? ബ്രിട്ടനിലെ പോലീസ് കോളേജിൽ പഠിക്കുന്നുണ്ട് ഇസ്രയേലിലെ പോലീസ് മേധാവിയാകാൻ. 12ാമത്തെ സംഭവം, ആലയത്തിനകത്ത് പുരോഹിതന്റെ ശരീരത്തെ ധരിപ്പിക്കുവാൻ മാർബറക്ക് മെഡിറ്ററേനിയൻ കടൽ ഒച്ചിനെ കൊണ്ട് ഇസ്രയേൽ ഉണ്ടാക്കി കഴിഞ്ഞു. 13ാമത്തെ സംഭവമായി കഴിഞ്ഞ ദിവസം ഒരു ഹനൂക്ക ഫെസ്റ്റിവൽ, റോഷ് അഥവാ ചുവന്ന പശുവിന്റെ യാഗപീഠത്തിന് അറുത്ത് കഴിഞ്ഞു ആലയത്തിന് വേണ്ടി. 14ാമത്തെ സംഭവം, അക്കമിട്ട് വചനം കേൾക്കണം. കോവിഡ് കാലത്ത് 14ാമത്തെ സംഭവം നടന്നു. ആലയം പണിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്തോത്ര കാഴ്ചയിടാൻ കാണിക്കാം. 70 യഹൂദൻ നല്ല വ്യവസായികളായി. 50 പൈസയുടെ നാണയം മാറ്റി. അവൻ്റെ ഈ നാണയമില്ല. പക്ഷെ കോവിഡ് കാലത്ത് ബെഞ്ചമിൻ നെതന്യാഹു 20 വയസ്സിന് മേളിലുള്ളവർക്ക് എല്ലാ വീട്ടിലും കൊണ്ടു കൊടുത്തിരിക്കുന്നു നാണയം, ആലയത്തിനകത്തിടാൻ. അരശേക്കൽ കൊടുത്ത്. 14. 15ാമത്തെ സംഭവം, അക്കമിട്ട് കേൾക്കണം. കോവിഡ് വന്നു. അന്ന് ഇസ്രയേൽ പറഞ്ഞ ആർക്കും മടങ്ങി വരാം. ഒക്ടോബർ 7 ഇസ്രയേലിന് അംശമായ കാഠിന്യം. മനസ്സിലാകുന്നവർക്കായി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പൻ ആരോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വിഷയമില്ല, അമ്മയുടെ പേര് യഹൂദ സ്ത്രീയെങ്കിൽ അവർക്ക് മടങ്ങി വരാം ഇസ്രയേലിലേക്ക്. യഹൂദന്റെ അവസാന മടങ്ങിച്ചേരക്കം. ആമോസ് 9:9, അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ സകല ജാതികളുടെ ഇടയിൽ ഞാൻ അരിക്കും, ഒരു മണി പോലും ശേഷിക്കാതെ മടങ്ങി വരും. ഇതാ ഒക്ടോബർ 7, 1 വർഷം കഴിഞ്ഞു, സകല യഹൂദന്മാരും മടങ്ങി പോകുന്നു.